മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചർച്ചയെ നയിക്കുന്നത് പതിവ് പോലെ വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. എല്ലാവരുടെയും പേരിൽ ഈ ചർച്ചയിലേക്ക് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങളാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. സിസ്റ്റർ, ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എല്ലാ സ്ത്രീകളിലൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. സിസ്റ്ററിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സാധാരണ ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലരും ചിന്തിച്ചു പോകുന്നത് എന്തോ ഒരു വലിയ രോഗമാണെന്നാണ്. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് രോഗമല്ല, ഒരു സ്ത്രീ കടന്നു പോകുന്ന സ്ത്രീത്വത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവൾ എംപവർ ആയതിൻ്റെ ഒരു ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അതൊരു ഫിസിയോളജിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ ഇതിൽ ഇമോഷണലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള റെലവൻസും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല രീതിയിൽ നമുക്ക് ഒരു ചർച്ച കൊണ്ടുപോകാൻ സാധിക്കുന്നതും നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരിയേറെ പ്രയോജനപ്രദമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നല്ലൊരു ഫ്ലോറാണ് നമുക്ക് ഒരുങ്ങിയിരിക്കുന്നത്. കാരണം ഏകദേശം നമ്മളെല്ലാവരും ഒരേ പ്രായക്കാരാണെന്ന് തോന്നുന്നു. ഈ ഒരു മെനോപോസിലേക്കൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിസ്റ്റർ, മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ അതിന് മുൻപ് ഒരു സ്റ്റേജ് ഉണ്ടോ? പ്രീ മെനോപോസ് എന്ന് പറയുന്ന ഒരു ഫേസും സ്ത്രീകൾ കടന്നു പോകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് പല മാറ്റങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഒരു പെൺകുട്ടിയെ സ്ത്രീയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ ഒരു ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ മനുഷ്യരെ സൃഷ്ടിക്കാനായിട്ട് സ്ത്രീയെ ഒരുക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. ഇപ്പം ഈ മെനാർക്കെ എന്നാണ് നമ്മൾ ഒരു ആർത്തവത്തിലേക്ക് കടക്കുന്ന ആ ഒരു കാലഘട്ടത്തെ പറയുന്നത്. നമുക്കറിയാം, ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോയ ഒരു കാലഘട്ടമാണ് മെനാർക്കെ കാലഘട്ടം, അല്ലേ? ശാരീരികമായിട്ട് മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ആർത്തവം തുടങ്ങിയതിന് ശേഷം ആർത്തവ വിരാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രീ സ്റ്റേജിനെയാണ് നമ്മൾ പ്രീ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൽപാദനക്ഷമത ഉള്ളൊരു കാലഘട്ടം. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ ഉൽപാദനക്ഷമത എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരിയേറെ നമ്മൾ പറയുന്ന ഒരു വർണ്ണാഭമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒരു മെനോപോസിന് മുൻപുള്ള കാലഘട്ടത്തെയാണ് അങ്ങനെ പറയുന്നത്. 40 വയസ്സ് കഴിയുമ്പോഴാണ് സാധാരണ മെനോപോസ് സംഭവിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരെ കണ്ടാൽ അത്രയൊന്നും പറയില്ലെങ്കിലും ഒരുപക്ഷെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് ചോദിക്കാനുള്ളത്? സിസ്റ്റർ, ഈ ആർത്തവ വിരാമ കാലഘട്ടത്തിൽ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവമാണ്, ചുമ്മാ ദേഷ്യപ്പെടുക ഹസ്ബൻഡിനോട്, അല്ലെങ്കിൽ മക്കളോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുമ്മാ പെട്ടെന്ന് സങ്കടം വരുന്നൊരവസ്ഥ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും, പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് ജിഷ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ മെനോപോസിൻ്റെ ഒരു പെരി മെനോപ്പൽ സ്റ്റേജ് ഉണ്ട്. അതായത് ഈ മെനോപോസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്ന, അപ്പോൾ അത് സാധാരണയായിട്ട് 40 മുതൽ ഒരു 50 വരെയൊക്കെയുള്ള, അത് ഓരോരുത്തരുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രിവലൻസും അല്ലെങ്കിൽ പ്രീ ഡിസ്പോസിഷൻ ഫാക്ടേഴ്സൊക്കെ അനുസരിച്ചാണ് അതിരിക്കുന്നത്. എങ്കിൽ പോലും പലപ്പോഴും ഈ പെരി മെനോപ്പൽ ഫേസിലാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ചില അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫിസിയോളജിക്കൽ ആസ്പെക്റ്റ് കൂടി നമുക്കുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു 18 വയസ്സിൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടപ്പോൾ ഇരുന്നത് പോലത്തെ ചർമ്മവോ
മുഖമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല അല്ലേ. നമ്മൾ പ്രായമാകും തോറും നമുക്ക് തന്നെ തോന്നുന്നുണ്ട് പ്രായമായി തുടങ്ങി അല്ലേ. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡൗട്ടൊക്കെ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കറിയാം സ്ത്രീകൾക്കുള്ള ഹോർമോണുകളൊക്കെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഹോർമോണുകളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓവണിയിലുണ്ടാകുന്ന ഓവമാണ്, അണ്ഡമാണ് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് ഓരോ മാസവും അതിൻ്റെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് 28 days ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് അതിൻ്റെ നേർപകുതിയിൽ വെച്ച് ഓവുലേഷൻ ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുണ്ടാകാനായിട്ട് നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഹോർമോണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പോൾ ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ആ ഒരു അളവിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ നടന്ന് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ പലരും പറയുന്ന മുട്ടിന് തേയ്മാനം ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജെല്ലിൽ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ സാധാരണ മെഡിക്കൽ ടൈമിൽ കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ്, ഇപ്പം FSH എന്ന് പറയുന്നത് ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് നമ്മുടെ ഒരു ഹോർമോണുണ്ട്, അതുപോലെ തന്നെ ല്യൂട്ടിലൈസിങ് ഹോർമോണുണ്ട്, LH എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ അതൊരു കുറച്ചുകൂടി കൂടുതലാകാനായിട്ട് തുടങ്ങും. കാരണം ഇവിടെ ഇതിൻ്റെ വേരിയേഷൻസ് വരുമ്പോൾ അതൊന്ന് ശരിയാക്കി ഈ ഓവുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്, റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ പിന്നെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തമ്മിലുണ്ടാകുന്ന ഈ അസന്തുലിതമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ബാക്കി ഹോർമോണിനെ അത് ബാധിക്കുന്നുണ്ട്. ഈ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ ഈ ചേഞ്ചസ് നമ്മുടെ തലച്ചോറിലെ, പ്രത്യേകിച്ച് അമിഗ്ദാല, നമ്മുടെ സബ് കോർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയും, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ ആ സിസ്റ്റം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്രിഫോണ്ടൽ കോർട്ടക്സിലേക്ക്, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ആ സിസ്റ്റത്തെ അത് ബാധിക്കും. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹോർമോണിലുണ്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിയിലെ മറ്റു ഹോർമോണുകളിലേക്കും മറ്റു മെസ്സേജുകളിലേക്കൊക്കെ മാറുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനോ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ സാധിക്കാത്തത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ വശമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത്. സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ പെരിമെനോപോസ് സ്റ്റേജിൽ നേരത്തെ മാഡവും പറഞ്ഞു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, കുറേ സ്ട്രഗിൾസ്. ഒരു പക്ഷേ ഫാമിലി മെമ്പേഴ്സ് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ ഫിറ്റാണ്, ഫിസിക്കലി മെൻ്റലി അവരൊക്കെ ഫിറ്റാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സൈക്കോളജിക്കലി അവർക്ക് എന്തുമാത്രം അതിനോട് മാച്ചായി അല്ലെങ്കിൽ യോജിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്, അതിൽ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് എന്താണ്, എങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന്, ഫാമിലി മെമ്പർ, ഹസ്ബൻഡിൽ നിന്ന് മാത്രമല്ല, ഒരു പക്ഷേ മക്കളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അത് ചെയ്യേണ്ടത്? ടീച്ചർ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഓരോരുത്തരാണ് ഓരോ കുടുംബങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് അല്ലേ. ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങളിൽ മറ്റു ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് ഒത്തിരി അടുത്തിടപഴകുന്നവർ നിങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോ വ്യക്തികൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിലുള്ളവരുണ്ടാകാം. ഇവരിൽ നിന്നൊക്കെ കേട്ടതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് വേണോ, അതോ നമ്മൾ സ്ത്രീകളാണ്, ശാക്തീകരിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിങ്ങ് വഴിവെട്ടി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ആർത്തവിരാമം വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ച ആളാണ്. കാരണം അത് പീരീഡ്സ് ആയ കാലം മുതൽ 56 വയസ്സിലാണ് എനിക്കത് നിന്നത്. അതുവരെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എനിക്ക് സങ്കടവും ദേഷ്യവും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ 56 വയസ്സായി പീരീഡ്സ് നിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ഉറക്കമില്ല.
അത് എനിക്ക് മനസ്സിലായിണ്ടായില്ല. സിസ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോഴാണ് എനിക്ക് തോന്നണത്. ഞാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പെൻഷൻ ആവണ ആ സമയത്തോടനുബന്ധിച്ചാണ് എനിക്ക് ഇതേപോലെ ഒരു അനുഭവം. ഇപ്പോഴും ഉറക്കമില്ല. അപ്പോൾ ഈ ഉറങ്ങാതെ ഞാൻ രാത്രി 1 മണി 2 മണി 3 മണിയൊക്കെ സമയത്ത് ഇങ്ങനെ നടക്കും. എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. ടെൻഷൻ അമ്മമാരെ നിലയിൽ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉറക്കമില്ലായത് ഒരു ടെൻഷൻ കൊണ്ടൊന്നല്ല. പക്ഷേ അപ്പോൾ ഹസ്ബൻഡ് പറയണത് TV കണ്ടിട്ടാണ്, മൊബൈൽ കണ്ടിട്ടാണ്. അതല്ല, അതൊന്നും രാത്രിയായാൽ കാണാൻ ഇഷ്ടമില്ല. പക്ഷെ നേരം പോവാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ മൊബൈലൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ആൾ പറയണത് അത് കുറയ്ക്കേ, അത് കുറച്ചാലും അത് മാറ്റി വെച്ച് 1-2 മണിക്കൂറൊക്കെ വെറുതെ കണ്ണടച്ച് കിടന്നാലും ഉറക്കം വരണില്ല. അത് വെരി ഗുഡ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അമ്മമാർ അനുഭവിക്കുന്നതും കുടുംബത്തിൽ നിന്ന് അവർ കാണുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള വലിയൊരു യാഥാർത്ഥ്യത്തെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മറ്റുള്ളവർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്ത്രീകൾക്ക് 7 days ആണ് ആർത്തവം, മാക്സിമം അത്ര ദിവസമാണ് ഉണ്ടായിരിക്കുകയെന്ന്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർത്തവ വിരാമ കാലഘട്ടം ആകുമ്പോൾ സ്ത്രീകൾക്ക് ഞാൻ പറയണ കേട്ടിട്ടുണ്ട് ഒരു 20 days ആയിട്ടും നിന്നിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, തീർച്ചയായിട്ടും അതും ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 പ്രശ്നങ്ങളും കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ പീരിയഡ്സിൻ്റെ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബോഡിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു ക്ഷീണം പോലെയാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്രെയിൻ ഫോഗ് പോലെ വരാം. കാരണം കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് പറ്റണില്ല. ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളെ മാത്രമല്ല അത് സ്വാധീനിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ അതിൻ്റെ ഒരു റിസൾട്ട് കുടുംബത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ രണ്ടാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യനൊരു ആൻസർ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ നമ്മുടെ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലാണ് നമുക്ക് ചിലപ്പോൾ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് കാര്യങ്ങൾ നിൽക്കാതെ പോകുന്നു. ഇറെഗുലാരിറ്റി ഇൻ ബ്ലീഡിങ്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഓവർ ബ്ലീഡിങ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബ്ലീഡിങ് അധികമായിട്ടില്ല, പക്ഷേ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ സാധാരണ പറയും ഉടുത്തൊരുങ്ങി വന്നപ്പോഴായി കഷിങ് വരുന്നതെന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇറഗുലാരിറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നു. അത് നമ്മുടെ സിസ്റ്റത്തെ, നമുക്കറിയാം ഇങ്ങനെ ഒരു ഓവർ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. അയൺ ഡെഫിഷ്യൻസി നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി നമുക്ക് ഇങ്ങനത്തെ ഒരു ഇറഗുലാരിറ്റി വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതും ചോദിക്കുന്നതും നല്ലതായിരിക്കും. കാരണം ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ചിലപ്പോൾ മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഈ വ്യത്യാസങ്ങൾക്ക് നമുക്കൊരു സപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഹോർമോൺ റെഗുലേറ്ററി സപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബിഹേവിയറിൽ എന്താ ഉണ്ടാകുന്നത്? ഇറിറ്റബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരുമ്പോൾ, ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്കവിടെ ഒരു ഡിപ്രസീവ് സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ പറയുന്നൊരു കാര്യം ഇതാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് നടക്കാതെ പോകുന്നു. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറഞ്ഞൊരു കാര്യം, ഉറക്കം. നമുക്ക് എല്ലാവർക്കും ഉറക്കം ആവശ്യമുള്ളതാണ്. ഓക്കെ, സാധാരണയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഉറക്കമില്ലല്ലോ രക്ഷപ്പെട്ടു, എന്നാൽ ഈ ഒരു സമയത്ത് ഒരു PhD എടുത്തേക്കാന്ന് പഠിക്കാനായിട്ടിരിക്കാമല്ലോ എന്ന്. ഒരിക്കലും അല്ല. ഉറക്കമെന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ TV കണ്ടിട്ടോ അല്ലെങ്കിൽ മൊബൈൽ കണ്ടിട്ടോ അല്ല ഉറങ്ങാത്തതെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തലച്ചോറിലെ ചില ഭാഗങ്ങളും ഹോർമോണിലെ ചില പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെയാണ് നമുക്ക് ഈ ഉറക്കം തരുന്നത്. അപ്പോൾ അവിടെ അത് മാറുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 10-15 വർഷത്തിന് മുമ്പ് ഓടിച്ചാടി ഒരു ഡാൻസ് കളിച്ചതുപോലെ ഇന്ന് കളിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഉറക്കമില്ലായ്മ പിന്നീട് നമുക്കുണ്ടാക്കുന്ന ആങ്സൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹസ്ബൻഡാണ്, അല്ലെ വീട്ടുകാർ പറയുവാണ്, നീ അത് TV കണ്ടുകൊണ്ടിരുന്നിട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന ഒരിത്തിരി നേരം TV കണ്ട് നമ്മളൊന്ന് ടയേർഡായിട്ട് പോയി ഉറങ്ങാമെന്ന് ഓർക്കും, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് വരുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു റിയാക്റ്റീവ് ബ്രെയിൻ ഉണ്ട്. അതായത് നമുക്കത് സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അപ്പം നമ്മൾ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്?
നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട്, റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ റിയാക്ഷൻ ആരോടായിരിക്കും? നല്ല ഉറങ്ങി എഴുന്നേറ്റ് വന്നവരോട് നമുക്കൊരു ദേഷ്യമായിരിക്കും ഉണ്ടാവുന്നത്, അല്ലേ? പലപ്പോഴും സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം അവിടെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണേ, എനിക്ക് ഉറക്കം കിട്ടാതെ ഞാനങ്ങ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നു. ഇത് പിറ്റേ ദിവസം പുള്ളി എഴുന്നേറ്റ് വന്ന് ചായ ചോദിക്കുമ്പോൾ കൊടുക്കും ബാക്കി വരണം, അല്ലേ? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, കുടുംബത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലനം പോകുന്നു, അതിൻ്റെ പ്രതികരണം കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു മെനോപ്പൽ അല്ലെങ്കിൽ പെരിമെനോപ്പൽ മെനോപ്പോസ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. സിസ്റ്റർ, അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ആരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്? ഓക്കെ, നിങ്ങൾക്ക് ആരുടെയൊക്കെ സപ്പോർട്ട് കിട്ടണമെന്നാണ് തോന്നിയിരിക്കുന്നത്? ഹസ്ബൻഡിൻ്റെ, മെയിനായിട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, മക്കളുടെയും സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിലാണ് മക്കൾ അവരുടേതായിട്ടുള്ള ഒരു ആക്റ്റീവ് ഫേസിലേക്ക് വന്നിരിക്കുന്നത്. പാരൻസിന്റെ സപ്പോർട്ട് വേണം. ഓക്കെ, പാരൻസ് ഉണ്ട്, തീർച്ചയായിട്ടും പാരൻസിന്റെ ഒരു സപ്പോർട്ട് വേണം. സിസ്റ്റർ പലരും പറയണായിട്ടുണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം എന്ന്. ഓക്കെ, വേറെ നമുക്കൊരു ഇതൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ശരിക്കും അതും കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ടല്ലേ. ഒരു മിണ്ടാതെ ഇരിക്കുകയല്ലേ, നമ്മളെ ശല്യപ്പെടുത്താതിരുന്നാലല്ലേ നമുക്ക് ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അല്ലെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഒരു പ്രദേശത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടണം, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാവണം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും, അല്ലേ? ചിലർ സാധാരണയായിട്ട് ഈ ഭർത്താക്കന്മാർ നമ്മൾ മാരിറ്റഡ് ഡിസ്കോർഡൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭർത്താക്കന്മാർ സാധാരണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ ഇവളോട് എന്ത് പറഞ്ഞാൽ അത് എപ്പോൾ പറഞ്ഞാലാണ് ശരിയാകുന്നതെന്ന് അറിയത്തില്ല എന്ന്. അതായത് പലപ്പോഴും പല മൂഡാണ്. ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ലവിങ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷെ ഇത് എവിടെയാണ് ഏത് മനസ്സിലാവുന്നില്ല എപ്പോഴാണ്. സത്യമാണ്, മകളുടെ കാര്യത്തിൽ സത്യമാണത്. ഓക്കെ, കാരണം പറയാൻ പറ്റാത്തൊരു രീതിയാണെന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോവുകയാണെന്ന്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം എനിക്ക് ഒരു കേസ് കിട്ടിയത്, ഒരു പെരിമെനോപ്പൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടീച്ചറിൻ്റെ ഒരു കേസ് വരുവാണ്. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്, പിന്നെ ഡിപ്രസ്ഡ് ആണ്, ചിലപ്പോൾ ഇരുന്ന് കരയും, ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പോലും കരഞ്ഞു പോകുമെന്ന് പറയും. ഇപ്പോൾ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ അയ്യോ എനിക്കൊരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കരയണമെന്നുണ്ടായിട്ടല്ല, പക്ഷെ ഉള്ളിൽ എന്താണ്ട് ഇങ്ങനെ കെട്ടിത്തിങ്ങിയിരിക്കുവാണ്, ഈ അണക്കെട്ട് പോലെയൊക്കെ. ഏതോ ഒരു ദുർബല നിമിഷത്തിലാണോ ബലമുള്ള നിമിഷത്തിലാണോ എന്നറിയത്തില്ല, ഇതങ്ങ് വിട്ടുപോയി കരഞ്ഞു പോയെന്ന് പറയും. അപ്പോൾ നമ്മൾ സംസാരിച്ചൊക്കെ വന്നു, ടീച്ചറിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് കയറിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ടീച്ചർ ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞൊക്കെ കൊടുത്തല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ മെനോപ്പസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ സ്ത്രീ കടന്നു പോകുമ്പോൾ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് വേണ്ടത് ഭർത്താക്കന്മാർക്കാണ്, പുരുഷന്മാർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയുക എന്നുള്ളതാണ്, ഓരോ സ്റ്റേജസിലൂടെയും കടന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിയുക. പിന്നെ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിലും എടുക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ഇതൊത്തിരി എന്താ പറയുക റെലവൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ചിലർ ഇതെല്ലാം എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ഇതാണ് പെരിമെനോപ്പോസാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടയും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നമ്മളാണ് അറിയുന്നത്, അല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു പെരിമെനോപ്പോസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം മേ ബി ചിലപ്പോൾ റെഗുലറായിട്ടൊരു പീരിയഡ്സ് വന്നില്ല എന്നിരിക്കാം. ഓക്കെ, ഒരു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഏകദേശം 48-50 വയസ്സിനോട് അടുക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ലൈഫിൽ നല്ല രീതിയിലൊക്കെ പോകുന്നു. പക്ഷേ ഈ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിട്ട് ഒരു ഫിസിക്കൽ ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്ഷി പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തൊട്ട് തുടങ്ങും, എനിക്ക് പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ പുള്ളി പറയണത്, സിസ്റ്റർ എനിക്കിപ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു പകുതി ശമ്പളം ഈ പ്രഗ്നൻസി കിറ്റ് മേടിക്കാനേ ഉള്ളൂ. കാരണം ഇവൾ ആലോചിക്കുന്ന സമയത്ത് ഇവൾക്ക് പീരീഡ്സ് വരുന്നില്ല,
അതിന് മൊത്തം എന്നെയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ ഇതൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇറഗുലാരിറ്റിയെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇറഗുലാരിറ്റിയെ മനസ്സിലാക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീകൾ എന്ന നിലയിൽ അല്ലെ കുടുംബിനികൾ എന്നുള്ളൊരു നിലയിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ ഒരു ചിട്ടയായ ജീവിതക്രമമൊക്കെ ഉണ്ടോ? എങ്ങനെയാ? അതായത് ഒരു എന്താ പറയുക, ഒരു എക്സസൈസ് ഉള്ളൊരു ജീവിതം, അല്ലെങ്കിൽ ഒരു രാവിലെ എഴുന്നേൽക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുടുംബത്തിലെ മറ്റുള്ളവരെ പരിപാലിക്കാനുണ്ട്, അങ്ങനെയൊക്കെയാണോ? അതോ ഇപ്പം ഒരു സമയത്തൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ഒരു സൊസൈറ്റി ലേഡിയുടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, അത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും, അങ്ങനെയാണോ വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്? അല്ല നിങ്ങളുടെ അടുത്തുള്ള അവരുടെയൊക്കെ ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലൊക്കെ എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്? എൻ്റെ ഏജിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണ ഒരു ഇതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത്. പിന്നെ കുറേയൊക്കെ പിന്നെ അടക്കും ചുറ്റോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ജീവിതം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അയൽവക്കം അവരൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രായത്തിലായിട്ടും ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ, വേറൊരിടത്തൊന്നും പോകാനൊന്നും പറ്റുന്നില്ലല്ലോ, കുടുംബത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയിൽ കെട്ടപ്പെട്ടു പോയ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനെപ്പോഴും എന്തെങ്കിലും കാര്യം എൻഗേജ്ഡ് ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി നിന്നാൽ നമുക്ക് കൂടുതൽ കുറേ മാനസികമായ കുറച്ചൊക്കെ ഉല്ലാസമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സിസ്റ്ററെ, എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് പേര് കൂടി രാവിലെ ഒരു എക്സസൈസൊക്കെ ചെയ്യും. അത് ഞങ്ങൾക്കത് അതൊരു എന്താ പറയുക, മനസ്സിനൊരു മാനസിക ഉല്ലാസമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏജിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു ലൈഫിൻ്റെ ഒരു ദിനചര്യയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് ജിഷ ടീച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രൊഫഷണലായിട്ടൊരു ലൈഫുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതമുണ്ട്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരു സ്ത്രീയെക്കുറിച്ച് നിന്നിലെ ജ്വാല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ തീയെ കാണിച്ചു തരുന്ന ഒരു നല്ലൊരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും ഒക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും ടീച്ചറിൻ്റെയും ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഈ ഒരു ജീവിത ശൈലിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടും പറയുമ്പോഴത്തേക്ക് അതും കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആകുമെന്ന് എനിക്ക് അറിയാം. പ്രചോദനാത്മകമായിട്ടുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈലും കേൾക്കാൻ അല്ലെങ്കിൽ അറിയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതൊന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വലിയ കോംപ്ലിമെൻറ്റിന് ഒത്തിരി താങ്ക്സ്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സമയം ഇവിടെ സമാപിച്ചതിനാൽ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷെയർ ചെയ്യാം. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ ചർച്ചയിലെ പെരിമെനോപോസ് എന്ന വിഷയമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റർ, നന്ദി. അതുപോലെ തന്നെ ഈ ചർച്ചയെ ധന്യമാക്കിയ പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.